അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ റജബ് മാസത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നബിതങ്ങളുടെ ഇസ്രാ മിറാജ് തന്നെയാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ താജിൻ മിനൽ ളുലമി. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് 2 മാസം ദൂരമുണ്ടായിരുന്നു. അതുമാത്രമാണോ, പിന്നെ പോയ സ്ഥലങ്ങൾ ഇന്ന് ഇത്രയും ടെക്നോളജികൾ വികസിപ്പിച്ച ഈ കാലത്ത് പോലും ഇന്നും നമ്മുടെ സൂര്യൻ്റെ കീഴിലുള്ള ഗ്രഹങ്ങളിലേക്ക് പോലും മനുഷ്യൻ എത്തിപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ കോടാനക്കോടി നക്ഷത്രങ്ങളുള്ള സമാ ഉദ്ദുന്യ, ഒന്നാനാകാശം, ഈ ഒന്നാനാകാശത്തിൻ്റെ ചെറിയ കോടിയിലൊരു അംശത്തിലേക്ക് പോലും ഇന്നും മനുഷ്യനെത്തിയിട്ടില്ല. അള്ളാൻ്റെ റസൂല് പോയത് ഒന്നാനാകാശമല്ല, രണ്ടാനാകാശമല്ല, 7 ആകാശങ്ങളും കടന്നു. പിന്നെ പറയാൻ കഴിയാത്ത അള്ളാഹുമായുള്ള മുനാജാത്ത് നടത്തി. അതുകൊണ്ടല്ലേ ഖുർആൻ സുബ്ഹാന, അതൊരു അത്ഭുതം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെ സംബന്ധിച്ച് അത്യത്ഭുതമാണ്. അതങ്ങനെ തന്നെയാണ്. മുത്തുനബിക്ക് എന്തിനാണ് ഈ ഇസ്രാ മിറാജ് ഉണ്ടായത്? ഹിജ്റ പോകുന്നതിൻ്റെ തലേ വർഷമാണല്ലോ ഇത് നടക്കുന്നത്. അതിന് കാരണം പീഡനങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രോങ് രൂപത്തിലേക്ക് എത്തിയപ്പോൾ നബി തങ്ങൾ തളർന്നു പോയൊരു സാഹചര്യമുണ്ട്. പീഡിപ്പിച്ച് ശഅബ് അബി ത്വാലിബിലിട്ട് 3 വർഷത്തോളം പട്ടിണിക്കിട്ട് ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടു. അതിൽ നിന്ന് മുക്തമാകുമ്പോൾ നബി തങ്ങൾക്ക് ഏറ്റവും വലിയ കവചമായിരുന്ന അബൂ ത്വാലിബ് നബി തങ്ങളെ വിട്ടുപോവുകയാണ്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ബീവി ഖദീജ, എപ്പോഴും സമാശ്വസിപ്പിച്ചിരുന്ന ബീവി ഖദീജ, അവരും നബി തങ്ങളെ വിട്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ആ വർഷത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത് ആമുൽ ഹുസിൻ, ദുഃഖവർഷം എന്ന്. നിങ്ങൾ അബൂ ത്വാലിബിനെ കുറിച്ച് മനസ്സിലാക്കണം. അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നബിയെ കുടുംബക്കാരോട് ആദ്യം ഇസ്ലാം പറയണം. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഇതൊരു അപലക്ഷണമാണല്ലോ, ഇത് വളരെ മോശമാണല്ലോ എന്ന് പറഞ്ഞ് ഖുദൂ അലാ യദൈഹി ഖബ്ല അൻ യഖുദ ഗൈറുക്കും, മറ്റുള്ളവർ ഇവൻ്റെ കൈപിടിച്ചെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തന്നെ ചെയ്യണമെന്ന് അബൂ ലഹബ് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, വല്ലാഹി ഒരിക്കലുമില്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ കുട്ടിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലും ഒന്നും ചെയ്യാൻ നമ്മൾ സമ്മതിക്കൂല. പിന്നീട് 3-4 പ്രാവശ്യം അബൂ ത്വാലിബിനെ വളരെ നിർബന്ധിപ്പിച്ചുകൊണ്ട് നബി തങ്ങളെ വിട്ടുതരാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് വേറെ കുട്ടിയെ വേണോ? ഞങ്ങൾ തരാം, എന്തും തരാം, ഞങ്ങൾക്ക് അവനെ വിട്ടുതരണം. അബൂ ത്വാലിബ് പറഞ്ഞു, ഇല്ല. അവസാനം ഗത്യന്തരമില്ലാതെ മുത്തുനബിയോട് പറയുന്നുണ്ട് അബൂ ത്വാലിബ്, വലാ തുഹമ്മിൽനി മിനൽ അംരി മാ ലാ ഉതീഖ്, എന്നെ കൊണ്ട് കഴിയുന്നതിനൊരു പരിധിയില്ലേ മോനെ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, വല്ലാഹി ലൗ വലഉ ശംസ ഫീ യമീനി, എൻ്റെ വലത് കൈയിൽ നിങ്ങൾ സൂര്യനെ വെച്ച് തന്നു, ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നു, എന്നിട്ട് എന്നോട് പറയാണ് ഒഴിവായിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ പോലും മാതറക്തുഹു, ഞാൻ ഒഴിവാക്കൂല. ഹിജാബ് ധരിക്കരുതെന്നാണ് പറയുമ്പോൾ അതെല്ലാം തലേന്ന് വലിച്ചെറിഞ്ഞിട്ട് പോവല്ല വേണ്ടത്. കഴിയൂല, ഞങ്ങൾക്കിതില്ലാതെ കഴിയൂല. ഒരു സഹോദരി കണ്ടില്ലേ നിങ്ങൾ, ജോലി പോലും, വലിയ ശമ്പളത്തിനുള്ള ജോലി പോലും ഒഴിവാക്കി. അതാണ് ഇസ്ലാം. നിങ്ങൾ നോക്കൂ, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം, അബൂ ത്വാലിബ് പറയാണ്, മോനെ അവരെല്ലാം വന്നിട്ട് എന്നെ നിർബന്ധിപ്പിച്ചാലും എൻ്റെ ഈ ശരീരം മണ്ണിൽ വെക്കാതെ മോനെ ഞാൻ വിട്ടുകൊടുക്കൂല. അങ്ങനത്തെ 2 വലിയ ആളുകൾ മരിച്ചപ്പോൾ നബി തങ്ങൾക്ക് വലിയ സങ്കടമുണ്ടായി. സങ്കടം വരുമ്പോൾ ഒന്ന് റിലാക്സേഷന് വേണ്ടി നമ്മൾ പലപ്പോഴും യാത്ര പോകാറുണ്ടല്ലോ, അള്ളാഹു വലിയൊരു യാത്രയെ അങ്ങ് സംഘടിപ്പിച്ചു. അതാണ് ഇസ്രാ മിറാജ്. അതിൻ്റെ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.